നമ്മൾ എങ്ങനെയെങ്കിലും ഐസിയുല് കയറ്റുക. ഇതാണ് അർജന്റീനയുടെ അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അവരതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി നോക്കൌട്ട് സ്റ്റേജിലെ 3 മത്സരത്തിൽ നമ്മൾ കണ്ടത് അതാണ്. അപ്പോൾ 1-3 ഗോളുകൾക്ക് സ്വിറ്റ്സർലാൻഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന അടുത്ത റൗണ്ടിലേക്ക്, അതായത് സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. മറ്റൊരു വേൾഡ് കപ്പിലേക്ക് അർജന്റീന അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് രണ്ട് കാര്യം പറയാനുള്ളൂ. ഒന്ന്, വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. 2, നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമേ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മിഡ്ഫീൽഡേഴ്സ് 2 ഫോർവേഡിനെ വെച്ചിട്ടായിരുന്നു അർജന്റീന കളി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കളി തീർന്ന സമയത്ത്, അവസാന സമയത്ത് 5 ഫോർവേഡ്സിനെ അർജന്റീന കളിപ്പിച്ചിരുന്നു. 5 ഫോർവേഡ്സിനെ. അതായത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഒരു എക്സ്ട്രാ ഫോർവേഡിനെ കളിപ്പിച്ചാൽ, അതായത് ഒരു മിഡ്ഫീൽഡറിനെ മാറ്റി ഒരു ഫോർവേഡിനെ കൂടെ കളിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഗെയിം നമുക്ക് കാണാൻ പറ്റും എന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഞാൻ 2018 വേൾഡ് കപ്പിലെ ഫസ്റ്റ് അർജന്റീന മത്സരം മുതൽ ഇന്ന് നടന്ന മത്സരം വരെയുള്ള എല്ലാ മാച്ചും, ഒരു മാച്ച് പോലും വിടാതെ കണ്ടിട്ടുള്ള ആളാണ്. അതിനു മുമ്പ് ഞാൻ കാണും, പക്ഷെ ഇടയ്ക്കൊക്കെ മാച്ചൊക്കെ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് ഒരു മാച്ച് പോലും വിടാതെ കണ്ട ആളാണ് ഞാൻ. ലിയോണൽ സ്കലോനി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കീഴിൽ അർജന്റീന കളിച്ച എല്ലാ മാച്ചും കണ്ടിട്ടുണ്ട്, എല്ലാ മാച്ചും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു അർജന്റീന ആയിരുന്നില്ല നേരത്തെ ഉണ്ടായിരുന്നത് എന്നതാണ് എൻ്റെ അഭിപ്രായം. 1-3 ഗോളുകൾക്ക് അർജന്റീന ജയിച്ചെങ്കിൽ പോലും ഈ മത്സരം റെഗുലർ ടൈമിൽ 1-1 സമനിലയായിട്ട് എക്സ്ട്രാ ടൈമിൽ പോയിട്ടാണ് അർജന്റീന ഒരു വിജയം സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരു മൊത്തത്തിൽ ഡോമിനേറ്റ് ചെയ്ത ഒരു കിടിലൻ കളിയായിരുന്നു എന്നൊന്നും എനിക്ക് അതിൻ്റെ ഒരു അഭിപ്രായമേ എനിക്കില്ല. പക്ഷെ ഓവറോൾ നല്ലൊരു പെർഫോമൻസ് അർജന്റീന നടത്തി അവർ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏറെക്കുറെ കഴിഞ്ഞ മാച്ചിലൊക്കെ എന്തായിരുന്നു അവസ്ഥ, അത് തന്നെയായിരുന്നു അവസ്ഥ. അതായത് കുറേ മിസ് പാസസ് വരുന്നു, ഓപ്പോസിറ്റ് ടീമിന് മിഡ്ഫീൽഡിൽ സ്പേസ് കിട്ടുന്നു, അവരതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 10-ാം മിനിറ്റിൽ ആ ഒരു കോർണറിൽ നിന്ന്, ലയണൽ മെസ്സി എടുത്ത കോർണറിൽ നിന്ന് മെക്കാലിസ്റ്റർ ആ ഒരു ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്യുന്നു. ഫസ്റ്റ് ഹാഫ് ഫുള്ള് അങ്ങനെ തന്നെ ഒരു ശോകം മൂഡിൽ പോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങിയതോടെ ഈ ഒരു ടീം, അതായത് സ്വിറ്റ്സർലാൻഡ് തുടരെ അറ്റാക്ക് ചെയ്യുന്ന കാണാം. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് 67-ാം മിനിറ്റിൽ ഒരു കിടിലൻ ഗോൾ അടിക്കാൻ പറ്റി. നമ്മൾ നോക്കുമ്പോൾ എമിലിയാനോ മാർട്ടിനസിന്റെ കുറച്ച് നല്ല സേവുകളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗോള് അവർ സ്കോർ ചെയ്തു, 1-1 സമനിലയായി. അതിനുശേഷമാണ് യഥാർത്ഥ സംഭവം നടക്കുന്നത്. ഒരു റെഡ് കാർഡ് സ്വിറ്റ്സർലാൻഡിന്റെ സെന്റർ ഫോർവേഡിന് ലഭിക്കുകയാണ്. VAR ചെക്ക് ചെയ്തിട്ട് സെക്കൻഡ് യെല്ലോ റെഡ് കൊടുക്കുന്നു. അത് റെഡ് കൊടുക്കേണ്ട സംഭവമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. കാരണം ആദ്യത്തെ യെല്ലോ അതൊരു ഫൗളാണ്, ക്ലിയർ ഫൗളാണ്. പരേഡസിന് ചെയ്തിട്ടുള്ളത് കൊടുത്തു. രണ്ടാമത്തത് ആദ്യം പരേഡസിന് കാർഡ് കൊടുക്കുന്നു, അതിനുശേഷം VAR ചെക്ക് ചെയ്തിട്ടാണ്. അതൊരു അഭിനയം പോലത്തെ പരിപാടിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടു കാണുമല്ലോ. സാധാരണ അങ്ങനെ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി VAR ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് കൊടുക്കും. VAR ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും അതിനൊരു യെല്ലോ കാർഡ് ഉറപ്പായിട്ടും കിട്ടും. പക്ഷെ സെക്കൻഡ് എല്ലാം ആയിപ്പോയി. ആ ഒരു പ്ലെയറിന് ഭാഗ്യമില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ റെഡ് കാർഡ് അങ്ങനെ 10 പേരായിട്ട് അവർ ചുരുങ്ങി. 72-ാം മിനിറ്റിലാണ്. അതിനുശേഷം 18 മിനിറ്റ് റെഗുലർ ടൈമിലുണ്ടായിരുന്നു. അത് യൂട്ടിലൈസ് ചെയ്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. നല്ല അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക് കളി പോയി. അവിടെയാണ് ഗോൾ വരുന്നത്. 112-ാം മിനിറ്റിൽ ജൂലിയൻ ആൽവാരസിന്റെ ഒരു ബ്യൂട്ടിഫുൾ കെർവിങ് സാധനം, വേറെ ലെവലിലൊരു ഗോള്. അതിനുശേഷം 120-ാം മിനിറ്റിൽ എക്സ്ട്രാ ടൈമിന്റെ ഇഞ്ചുറി ടൈമിൽ ഒരു ഗോള്. അത് റീബൗണ്ട് റിട്ടേൺ വരുന്ന ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു. റീബൗണ്ട് റിട്ടേൺ വന്നിട്ട് ലൗറ്ററോ മാർട്ടിനസ് സ്കോർ ചെയ്യുകയാണ്. എൻ്റെ വീഡിയോസ് ഞാൻ ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങിയത് മുതൽ അർജന്റീനയുടെ സ്ക്വാഡിനെ പറ്റി, അതുപോലെ തന്നെ മാച്ചിന് മുമ്പ് മാച്ചിന് ശേഷം എല്ലാ മാച്ചിലും ചെയ്തിരുന്നു വീഡിയോസ്. അത് കണ്ടാൽ അറിയാം നിങ്ങൾക്ക്. ഞാൻ അതിലെല്ലാം കോമൺ ആയിട്ട് പറഞ്ഞിരുന്ന സംഭവം ഉണ്ടായിരുന്നു. അർജന്റീനയുടെ സെന്റർ ഫോർവേഡ്സ് ഫോമിലല്ല. ഞാൻ എന്താ ഉദ്ദേശിച്ചത് ഫോമിലല്ല എന്ന് പറയുന്നത്? ഗോൾ അടിക്കാത്തതല്ല, ഗോൾ ഇപ്പോൾ ഒരു 8 മാച്ചല്ലേ ഉള്ളൂ. ഈ 8 മാച്ചിൽ ഗോൾ അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഷൂട്ട് അടിക്കണ്ടേ? സെന്റർ ഫോർവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഷൂട്ട് അടിക്കണം. നിങ്ങൾ ഈ സ്പെയിനെതിരുള്ള മാച്ച് കണ്ടതാണ്, സ്പെയിൻ്റെ മാച്ച്, അതായത് സെമി ഫൈനല് സ്പെയിനും ബെൽജിയവും തമ്മിൽ. അതിൽ റീബൗണ്ട് ഒക്കെയാണ് ഗോളാക്കിയിട്ടുള്ളത്. ഷൂട്ട് അടിച്ചു കഴിഞ്ഞാൽ ചാൻസസ് ഉണ്ട്. അതായത് എവിടെയെങ്കിലൊക്കെ തട്ടിത്തെറിച്ച് അത് ഗോളാകാനുള്ള ചാൻസ് ഉണ്ട്. ഓൺ ഗോൾ വരാൻ ചാൻസ് ഉണ്ട്. റീബൗണ്ട് വന്നിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഷൂട്ട് അടിക്കുക. ഫോർവേഡ്സ്, ഇത്രയും നല്ല ഫോർവേഡ്സ്, ജൂലിയൻ ആൽവാരസും ലൗറ്ററോ മാർട്ടിനസും വേൾഡ് ക്ലാസ് ഫോർവേഡ്സ് ആണ്. അവർക്ക് ഷൂട്ട് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ അവസ്ഥ? അവർ ഷൂട്ട് അടിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഈ മാച്ചിൽ എല്ലാ പ്രശ്നവും തീർത്തു തന്നിട്ടുണ്ട്. 2 പേരും ഓരോ ഗോൾ വെച്ച് അങ്ങ്
അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം തീർന്നല്ലോ. സെമി ഫൈനലിൽ നിർണായക മത്സരങ്ങളിലേക്ക് പോകുമ്പോൾ അർജന്റീനയുടെ ഫോർവേഡ്സ് ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു സ്വിറ്റ്സർലാൻഡിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഡിഫെൻഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോപ്പർ പക്ക ഡിഫെൻഡിങ് അവർ ചെയ്തു. അവരെ സംബന്ധിച്ച് മൂന്നാമത്തെ ഗോൾ മാത്രമാണ് ഒരു ഡിഫെൻസീവ് എറർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഗോള്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീന ക്രിയേറ്റ് ചെയ്തെടുത്ത സംഭവങ്ങളാണ്. അതിലവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു മൂന്നാമത്തെ ഗോൾ അറിയാലോ, അവസാനം 1-2 ഗോളിന്റെ ലീഡ് നിൽക്കുവാണ്. അപ്പോൾ അവർ അറ്റാക്ക് ചെയ്യാൻ പോകും, ഒരു പ്ലെയർ കുറവുമാണ്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ കൗണ്ടർ വരും, അത് ഗോളാകും. അങ്ങനെയുള്ള ഒരു ഗോളായിരുന്നു ആ ഒരു ഗോള്. എനിക്ക് തോന്നുന്നത് അർജന്റീനയുടെ മത്സരങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പൊ നടക്കുന്ന മത്സരങ്ങളിൽ നിന്ന് അവർക്ക് ആ ഒരു പഴയ ഒരു സംഭവം, അതായത് ഒരു പഴയ ഒരു പവറുള്ള ഒരു സാധനം ഉണ്ടല്ലോ, കഴിഞ്ഞ വേൾഡ് കപ്പ്, കഴിഞ്ഞ കോപ്പ, അതിന് മുമ്പത്തെ കോപ്പ, ഇതിലൊക്കെ കണ്ട ഒരു പവർഫുൾ അർജന്റീന ഉണ്ട്. അതിന്റെ ഒരു പെർഫോമൻസിലേക്ക് അർജന്റീന എത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾ തന്നെയാണ് കാരണം. നിങ്ങൾ എന്താ വേൾഡ് കപ്പ് തുടങ്ങുന്ന മുമ്പ് എന്താ പറഞ്ഞേ? അതായത് ഞങ്ങൾ ടെൻഷൻ ഒന്നുമില്ലാതെ ഞങ്ങൾ ഫ്രീ ആയിട്ടിരുന്ന് കാണുന്ന കളിയായിരിക്കും, ഞങ്ങൾ കപ്പുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കപ്പ് നേടിയോണ്ട് ഞങ്ങൾ ഒരു ടെൻഷനും ഇല്ലാതെ ഫ്രീ ആയിട്ടിരുന്ന് കാണും. അവരത് കേട്ടു എന്നാണ് തോന്നുന്നത്. ഇപ്പൊ ഇത് മൂന്നാമത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂന്നാമത്തെ മാച്ചാണ് ഇതുപോലെ അവസാനം വരെ കൊണ്ടുപോയി. ലാസ്റ്റ് 3 മാച്ചസ്, അതായത് ആ ഒരു റൗണ്ട് ഓഫ് 32, റൗണ്ട് ഓഫ് 16, ഇപ്പൊ ഇതാ ക്വാർട്ടർ ഫൈനൽ. ഈ 3 മാച്ചസ് എടുത്ത് നോക്കുക. ഈ 3 മാച്ചസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 മാച്ച് എക്സ്ട്രാ ടൈമിൽ പോയിട്ടാണ് ജയിച്ചിട്ടുള്ളത്. ഒരു മാച്ച് എഞ്ചുറി ടൈമിലാണ് ജയിച്ചിട്ടുള്ളത്. അതായത് അവസാനം വരെ ഇങ്ങനെ പ്രഷർ അടുപ്പിച്ച് നിങ്ങൾ എന്താ പറഞ്ഞാൽ ഇരുന്ന് കാണും. ഞങ്ങൾ വളരെ കൂളായിട്ട് ഇരുന്ന് കാണും. ഇപ്പൊ ഇരിക്കാൻ പറ്റുന്നില്ല, നിന്നാ കാണണ്ട അവസ്ഥയാണ്. അങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത മാച്ച് എന്തായാലും ഇംഗ്ലണ്ടിനെതിരെ ആയിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു മാച്ചിലെ സ്റ്റാറ്റ്സിലേക്ക് വരികയാണെങ്കിൽ, ബോൾ പൊസിഷൻ അർജന്റീന 59% ഉണ്ടായിരുന്നു, മറുഭാഗത്ത് 41%. അവർ 10 പേരെ ആയിട്ട് ചുരുങ്ങുന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനയ്ക്ക് കുറെ കൂടി നന്നായിട്ട് ബോൾ പൊസിഷൻ വെച്ച് അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് അത്ര മികച്ചൊരു ഗെയിം അല്ല. ഒരു പക്ഷേ ആ റെഡ് കാർഡ് കിട്ടിയില്ലെങ്കിൽ ഈ ഗെയിം തന്നെ ചിലപ്പോൾ മാറിയേനെ, പെനാൾട്ടി വരെയൊക്കെ പോകാം, അതിനുള്ള സാധ്യതകളുണ്ടായിരുന്നു. പിന്നെ ബിഗ് ചാൻസസ് അർജന്റീന 4 ക്രിയേറ്റ് ചെയ്തു, മറുഭാഗത്ത് 1 അത് അവർ സ്കോറും ചെയ്തു. പിന്നെ 22 എണ്ണം പറഞ്ഞ ഷൂട്ട്സ് അർജന്റീന അടിച്ചിട്ടുണ്ടായിരുന്നു. പല പ്ലേയേഴ്സ് അടിക്കുന്നത് നമ്മൾ കണ്ടു, പക്ഷെ ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചത് വെറും 7 അവിടെ ഒരു വലിയ പാളിച്ചുണ്ട്. 7 മാത്രമാണ് ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചത്. മറുഭാഗത്ത് 11 അടിച്ചതിൽ 5 അവർ ഓൺ ടാർഗറ്റിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. കോർണർ അർജന്റീനയ്ക്ക് 8, മറുഭാഗത്ത് സ്വിറ്റ്സർലാൻഡിന് 2 കോർണേഴ്സ് ആണ്. ഫൗളിന്റെ കാര്യത്തിൽ അർജന്റീന 14, മറുഭാഗത്ത് 18. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ, അതായത് ഈ ഒരു സ്വിറ്റ്സർലാൻഡ് അർജന്റീന മത്സരത്തെക്കുറിച്ച് ഈ മാച്ചിന് മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന ടീം അത്യാവശ്യം ടഫായിട്ട് കളിക്കുന്ന ടീമാണ്. നമ്മൾ കൊളംബിയക്കെതിരെയുള്ള മാച്ച് കണ്ടാൽ അറിയാം, കൊളംബിയ ചെയ്തത് 21 ഫൗളും ഇവർ ചെയ്തത് 22 ഫൗളുമാണ് സ്വിറ്റ്സർലാൻഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ടഫായിട്ട് കളിക്കും. അത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറെ ഫൗൾസ്, കുറച്ച് അതായത് മറ്റേ ഗോൺസാലോസിനെയൊക്കെ വീഴ്ത്തിയൊരു സംഭവം ഉണ്ടായിരുന്നു. ആദ്യം കാലി ചവിട്ടുന്നു, പിന്നെയും കാലി ചവിട്ടുന്നു. ആള് കുറെ നേരം ഇങ്ങനെ ഞൊണ്ടി കളിക്കുന്നുണ്ട് അവിടെ. അപ്പോ എന്താ അവസാന മൊമെന്റ് അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ അർജന്റീനയ്ക്ക് എങ്ങനെയും ജയിക്കണം. അപ്പൊ ഒരു പ്ലെയർ ഇങ്ങനെ ചെറുതായിട്ട് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അവിടെ ടൈം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടി അർജന്റീന കളി മുന്നോട്ട് കൊണ്ടുപോയി. ആ പ്ലെയർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് റിക്കവറായി വന്നു. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ അവിടെയും കാർഡൊന്നും എടുത്തിട്ടില്ല എന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഈ മാച്ചിലുണ്ടായിരുന്നു. പാസസിന്റെ കാര്യം 692 പാസസ്, 474 പാസസ് ആണ് സ്വിറ്റ്സർലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ ടാക്കിൾസിന്റെ കാര്യത്തിലേക്ക് അർജന്റീന 17 ടാക്കിൾ. അർജന്റീന ടാക്കിളുകളെല്ലാം പൊളിയാണ്. അതായത് എസ്പെഷ്യലി പരേഡസ് ചെയ്യുന്ന ടാക്കിൾസ്, 2 സെന്റർ ബാക്സ് ചെയ്യുന്ന ടാക്കിൾസ്, അവർ പ്രോപ്പർ പക്ക ടാക്കിൾസ് ആണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഫൗൾസ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവര് അത്യാവശ്യം പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നതാണ്. മറുഭാഗത്ത് 12 ഈ സ്വിറ്റ്സർലാൻഡും ചെയ്തിട്ടുണ്ട്. യെല്ലോ കാർഡ് അർജന്റീനയ്ക്ക് 3, ഈ ഒരു സ്വിറ്റ്സർലാൻഡിന് 2. വലിയ സീനൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മാച്ചിൽ ഈ ഒരു യെല്ലോ കാർഡ് എല്ലാം റീസെറ്റ് ആകും. അതായത് വേൾഡ് കപ്പിന്റെ റൂൾ അനുസരിച്ച് ഈ ഒരു സെമിക്ക് മുമ്പ് വരെ കിട്ടിയ യെല്ലോ കാർഡ് എല്ലാം അവിടെ റീസെറ്റ് ആയി. പിന്നെ സെമി മുതൽ പിന്നെ 1 കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ റെഡ് കാർഡ് മറുഭാഗത്ത് 1. ആ ഒരു റെഡ് കാർഡ് സത്യം പറഞ്ഞാൽ കളിയുടെ ഗതി മാറ്റി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം സ്വിറ്റ്സർലാൻഡ് അത്യാവശ്യം നന്നായിട്ട് കളിച്ചു വന്നുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു റെഡ് കാർഡ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. ഓവറോൾ നോക്കുന്ന സമയത്ത് ഒരു അർജന്റീന ഫാനിന് ഈ ഒരു ഗെയിം എന്തായാലും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷെ ഒരു കോമൺ ഫുട്ബോൾ ഫാനിന് ഈ ഒരു ഗെയിം ഇഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയുണ്ട്.
എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ എൻഡ് ഓഫ് ദ മാച്ച് ഫൈനൽ വിസിൽ അടിക്കുമ്പോൾ ഒരു ടീം ജയിക്കും. ആ ടീം നല്ല പെർഫോമൻസ് നടത്തി എന്നത് കോമൺ ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. അല്ലാതെ അർജന്റീനയുടെ ഈ ഒരു ഗെയിമിൽ ഞാൻ ഒട്ടും തൃപ്തനല്ല. അവർക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് 4 മിഡ്ഫീൽഡേഴ്സിന്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. 3 പേര് മതി. ഒരു അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെ കൂടെ കളിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി അവിടെ അറ്റാക്കിങ്ങിൽ ആളുടെ എണ്ണം കൂടും, അത് കുറച്ചുകൂടെ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ മിഡ്ഫീൽഡേഴ്സിന്റെ ഇടയിൽ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഡിഫെൻസീവ് മിഡ് പരേഡസ് അത് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്, ഡിഫെൻസീവ് മിഡ്. പക്ഷേ സെന്റർ മിഡ്, അറ്റാക്കിംഗ് മിഡ്, ഈ റോളുകൾ ഈ 3 പേരും ഭയങ്കരമായിട്ട് കൺഫ്യൂസിങ് ആണ് അവരുടെ ആ ഒരു പൊസിഷനിങ്ങിൽ. അതാണ് ആ ഒരു മിഡിൽ സ്പേസ് ഉണ്ടാക്കുന്ന പരിപാടി. പിന്നെ ഇത് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വേൾഡ് കപ്പിലും കഴിഞ്ഞ കോപ്പയിൽ, അതിന് മുമ്പത്തെ കോപ്പയിൽ എല്ലാം ഉണ്ടായിരുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതായത് അർജന്റീന ഈ ഒരു എന്താ പറയുക, ഒരു കംപ്ലീറ്റഡ് ടീമൊന്നുമല്ല, ഒരു പ്രശ്നവും ഇല്ലാത്ത, എല്ലാ പൊസിഷനും പക്കാ സെറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ടീമൊന്നുമല്ല. അവർ സക്സസ്ഫുൾ ആയിട്ട് 3 ട്രോഫി നേടിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കോർഡിനേഷൻ, അവരുടെ ആ ഒരു ഗെയിം, അവർക്ക് ആ ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ, ആ ഒരു ഒരിക്കലും വിട്ടുകൊടുക്കരുത്, എങ്ങനെയും ജയിക്കണം എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി, ഇതൊക്കെ കാരണമാണ്. അല്ലാതെ വേൾഡ് ക്ലാസ് പ്ലെയർ അവിടെ ആരാ? മെസ്സി ഉണ്ട്, ജൂലിയൻ ആൽവാരസിനെ പറയാം, ലൗറ്റോറോ മാർട്ടിനസിനെ പറയാം, പിന്നെ മെക്കാലിസ്റ്ററിനെ പറയാം, എൻസോ ഫെർണാണ്ടസിനെ പറയാം. ഇങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ വേൾഡ് ക്ലാസ് എന്ന് പറയാൻ പറ്റുന്നത്. ഡിഫൻസിലൊക്കെ എന്താ, ഡിഫൻസിലൊന്നും എനിക്ക് തോന്നുന്നില്ല അത് വേൾഡ് ക്ലാസ് ലെവൽ ഡിഫൻഡേഴ്സ് ഉണ്ടെന്ന്. ക്രിസ്ത്യൻ റൊമേറോ വേണമെങ്കിൽ പറയാം, വേറെ ആരെയും പറയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനത്തെ, അത് മാത്രമല്ല സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരാൻ ഉള്ള പ്ലേയേഴ്സ് അവിടെയും വലിയ ഒരു വേൾഡ് ക്ലാസ് ലെവൽ അങ്ങനൊന്നുമല്ല. നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അതുപോലെ തന്നെ ഈ ഒരു ജർമ്മനി, പിന്നെ സ്പെയിന്, ബ്രസീൽ, ഇവരായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ, പോർച്ചുഗൽ, ഇവരൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ സ്ക്വാഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അർജന്റീനയ്ക്ക് ഒരു ചെറിയ സ്ക്വാഡാണ്. പക്ഷെ കോർഡിനേഷൻ, പ്ലേയേഴ്സ് തമ്മിലുള്ള ആ ഒരു കണക്ഷൻ, അവരുടെ അഗ്രസീവ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു മെന്റാലിറ്റി, അതാണ് ഇപ്പൊ സെമി ഫൈനൽ വരെ ഇവരെ എത്തിച്ചിട്ടുള്ളത്. എല്ലാ മാച്ചും ടഫായിരുന്നു അർജന്റീനയെ സംബന്ധിച്ച്. ഇപ്പൊ ഇതുവരെ കളിച്ച 3 മാച്ചും ടഫാണ്. ഇനി വരാൻ പോകുന്നത് ഇംഗ്ലണ്ടിനെതിരെയാണ്. അത് ടഫായിരിക്കും. അപ്പൊ ആ മാച്ചിനെ കുറിച്ച് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നോക്കാം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് ഷാർ.